നമസ്കാരം, എല്ലാവർക്കും അഡ്ഹോക്ക് ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ തസ്നി. കേരള PSC യുടെ 65ാം വാർഷികത്തിനോടനുബന്ധിച്ചുള്ള PSC ബുള്ളറ്റിന്റെ വിശേഷാൽ പതിപ്പ് 2024 നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 35 വർഷത്തെ PSC പരീക്ഷകളിൽ ആവർത്തിച്ചു വന്ന പൊതുവിജ്ഞാന ചോദ്യങ്ങൾ, 5000 കറന്റ് അഫയേഴ്സ്, 400 പ്രസ്താവന ചോദ്യങ്ങളുമാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ഇന്ത്യ ചരിത്രത്തിലെ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ക്ലാസ്സിലേക്ക് കിടക്കാം. ജോർജ് ആൻസന് ശേഷം സർ കോളിൻ കാമ്പൽ വരുന്നത് വരെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ കമാൻഡർ ഇൻ ചീഫ് ആയതാരാണ്? സർ പാട്രിക് ഗ്രാൻഡ് ആണ്. ജോർജ് ആൻസന് ശേഷം സർ കോളിൻ കാമ്പൽ വരുന്നത് വരെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ കമാൻഡർ ഇൻ ചീഫ് ആയത് സർ പാട്രിക് ഗ്രാൻഡ് ആണ്. ഡൽഹിയിൽ 1857 കലാപ സമയത്ത് കോളറ ബാധിച്ചു മരിച്ച ബ്രിട്ടീഷ് ഇന്ത്യയിലെ കമാൻഡർ ഇൻ ചീഫ് ആണ് ജോർജ് ആൻസൺ. ഡൽഹിയിൽ 1857 കലാപ സമയത്ത് കോളറ ബാധിച്ചു മരിച്ച ബ്രിട്ടീഷ് ഇന്ത്യയിലെ കമാൻഡർ ഇൻ ചീഫ് ആണ് ജോർജ് ആൻസൺ. 1857-58 കലാപം അവസാനിച്ച സമയത്ത് ബ്രിട്ടീഷ് ഇന്ത്യയിലെ കമാൻഡർ ഇൻ ചീഫ് ആരാണ്? സർ കോളിൻ കാമ്പൽ ആണ്. 1857-58 കാലഘട്ടത്തിലെ കലാപം അവസാനിച്ച സമയത്ത് ബ്രിട്ടീഷ് ഇന്ത്യയിലെ കമാൻഡർ ഇൻ ചീഫ് സർ കോളിൻ കാമ്പൽ ആണ്. 1857 വിപ്ലവത്തിന് ലാലാ ജയ് ദയാൽ എവിടെയാണ് നേതൃത്വം നൽകിയത്? കോട്ട. 1857 വിപ്ലവത്തിന് ലാലാ ജയ് ദയാൽ രാജസ്ഥാനിലെ കോട്ടയിലാണ് നേതൃത്വം നൽകിയത്. ജവഹർലാൽ നെഹ്റുവിന്റെ ഏത് പുസ്തകത്തിലാണ് ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു? ജവഹർലാൽ നെഹ്റുവിന്റെ ഏത് പുസ്തകത്തിലാണ് ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചിരിക്കുന്നത്? വിശ്വചരിത്രാവലോകനം. ജവഹർലാൽ നെഹ്റുവിന്റെ വിശ്വചരിത്രാവലോകനം എന്ന പുസ്തകത്തിലാണ് ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് ആരെ കുറിച്ച്? ഝാൻസി റാണിയെ കുറിച്ച് വിശേഷിപ്പിച്ചിരിക്കുന്നത്. താന്തിയ തോപ്പി വധിക്കപ്പെട്ടത് എവിടെ വെച്ചാണ്? മധ്യപ്രദേശിലെ ശിവപുരിയിൽ വെച്ചാണ്. താന്തിയ തോപ്പി വധിക്കപ്പെട്ടത് മധ്യപ്രദേശിലെ ശിവപുരിയിൽ വെച്ചാണ്. ചബേലി എന്ന പേരിൽ വിളിക്കപ്പെട്ടിരുന്ന വിപ്ലവകാരിയാണ് ഝാൻസി റാണി. ചബേലി എന്ന പേരിൽ വിളിക്കപ്പെട്ടിരുന്ന വിപ്ലവകാരിയാണ് ആര്? ഝാൻസി റാണി. 1857 വിപ്ലവത്തിന് അലഹബാദിൽ നേതൃത്വം നൽകിയതാരാണ്? ലിയാഖത്ത് അലിയാണ്. 1857 വിപ്ലവത്തിന് അലഹബാദിൽ നേതൃത്വം നൽകിയത് ലിയാഖത്ത് അലിയാണ്. 1857 വിപ്ലവത്തിന് കുളുവിൽ നേതൃത്വം നൽകിയതാരാണ്? രാജാ പ്രതാപ് സിംഗ് ആണ്. 1857 വിപ്ലവത്തിന് കുളുവിൽ നേതൃത്വം നൽകിയത് രാജാ പ്രതാപ് സിംഗ് ആണ്. 1857 ജൂണിൽ നടന്ന ചിൻഹട്ട് യുദ്ധത്തിൽ പരാജയപ്പെട്ട ബ്രിട്ടീഷ് സൈന്യത്തെ നയിച്ചതാരാണ്? ഹെൻറി ലോറൻസ് ആണ്. 1857 ജൂണിൽ നടന്ന ചിൻഹട്ട് യുദ്ധത്തിൽ പരാജയപ്പെട്ട ബ്രിട്ടീഷ് സൈന്യത്തെ നയിച്ചത് ഹെൻറി ലോറൻസ് ആണ്. ചിൻഹട്ട് യുദ്ധത്തിൽ 1857 ചിൻഹട്ട് യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ കലാപകാരികളെ നയിച്ചതാരാണ്? ബർക്കത്ത് അഹമ്മദ് ആണ്. എന്താണ് പറഞ്ഞത്? 1857 ജൂണിലെ നടന്ന ചിൻഹട്ട് യുദ്ധത്തിൽ പരാജയപ്പെട്ട ബ്രിട്ടീഷ് സൈന്യത്തെ നയിച്ചത് ഹെൻറി ലോറൻസ് ആണെങ്കിൽ ബ്രിട്ടീഷുകാർക്കെതിരെ കലാപകാരികളെ നയിച്ചതാരാണ്? ബർക്കത്ത് അഹമ്മദ് ആണ്. 1857 കലാപകാലത്ത് എവിടെ വെച്ചാണ് ബ്രിട്ടീഷ് സൈന്യാധിപൻ ജെയിംസ് നീൽ കൊല്ലപ്പെട്ടത്? ലക്നൌവിൽ വെച്ചാണ്. 1857 കലാപകാലത്ത് ലക്നൌവിൽ വെച്ചാണ് ബ്രിട്ടീഷ് സൈന്യാധിപനായ ജെയിംസ് നീൽ കൊല്ലപ്പെട്ടത്. ആരുടെ ദത്തുപുത്രനായിരുന്നു നാനാ സാഹിബ്? ബാജിറാവു രണ്ടാമന്റെ ദത്തുപുത്രനായിരുന്നു നാനാ സാഹിബ്. അവധിലെ നവാബായ വാജിദ് അലി ഷായെ ഡൽഹൌസി പ്രഭു എവിടേക്കാണ് നാടുകടത്തിയത്? കൊൽക്കത്തയിലേക്ക്. അവധിലെ നവാബായ വാജിദ് അലി ഷായെ ഡൽഹൌസി പ്രഭു കൊൽക്കത്തയിലേക്കാണ് നാടുകടത്തിയത്. ഉറങ്ങിക്കിടക്കുകയായിരുന്ന താന്തിയ തോപ്പിയെ ഒറ്റുകൊടുത്തതാരാണ്? സർദാർ മാൻസിംഗ്. ഉറങ്ങിക്കിടക്കുകയായിരുന്ന നമ്മുടെ താന്തിയ തോപ്പിയെ ഒറ്റുകൊടുത്തതാരാ? സർദാർ മാൻസിംഗ്. താന്തിയ തോപ്പിയെ തൂക്കിക്കൊന്നത് എന്നാണ്? 1859 ഏപ്രിൽ 18. താന്തിയ തോപ്പിയെ തൂക്കിക്കൊന്നത് 1859 ഏപ്രിൽ 18 ഝാൻസി റാണി വധിക്കപ്പെട്ട തീയതി എന്നാണ്? 1858 ജൂൺ 18.
1858 ജൂൺ 18 ഝാൻസി റാണി വധിക്കപ്പെട്ടത്. ചെണ്ടമേളക്കാരുടെ അകമ്പടിയോടെ പല്ലക്കിൽ സഞ്ചരിച്ചിരുന്നതിനാൽ ഡെങ്കാഷ എന്ന് പറഞ്ഞാൽ ചെണ്ട കൂടെയുള്ള മൗലവി എന്നറിയപ്പെട്ടത് ആരെയാണ്? മൗലവി അഹമ്മദുള്ള ഷായെയാണ്. എന്താണ്? ചെണ്ടമേളക്കാരുടെ അകമ്പടിയോടെ പല്ലക്കിൽ സഞ്ചരിച്ചിരുന്നതിനാൽ ഡെങ്കാഷ എന്ന് പറഞ്ഞാൽ എന്താ? ചെണ്ട കൂടെയുള്ള മൗലവി എന്നറിയപ്പെട്ടിരുന്നത് ആരെയാണ്? മൗലവി അഹമ്മദുള്ള ഷായെയാണ്. വിപ്ലവകാലത്ത് കോൾ ഗോത്രവർഗക്കാരുടെ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയതാരാണ്? ഗോനു ആണ്. വിപ്ലവകാലത്ത് കോൾ ഗോത്രവർഗക്കാരുടെ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത് ഗോനു ആണ്. 1857 കലാപകാലത്ത് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് ബഹദൂർ ഷാ രണ്ടാമന്റെ പേരിൽ പുറപ്പെടുവിച്ച വിളംബരമാണ് അസംഗണ്ട് വിളംബരം. 1857 കലാപകാലത്ത് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് ബഹദൂർ ഷാ രണ്ടാമന്റെ പേരിൽ പുറപ്പെടുവിച്ച വിളംബരമാണ് അസംഗണ്ട് വിളംബരം. അസംഗണ്ട് വിളംബരം എഴുതി തയ്യാറാക്കിയ ബഹദൂർ ഷാ രണ്ടാമന്റെ ചെറുമകനാണ് ഫിറോസ് ഷാ. അസംഗണ്ട് വിളംബരം എഴുതി തയ്യാറാക്കിയ ബഹദൂർ ഷാ രണ്ടാമന്റെ ചെറുമകനാണ് ഫിറോസ് ഷാ. റംഗൂണിൽ ബഹദൂർ ഷാ മരണമടഞ്ഞ വർഷമാണ് 1862. റംഗൂണിൽ ബഹദൂർ ഷാ മരണമടഞ്ഞ വർഷമാണ് 1862. താന്തിയ തോപ്പി എവിടെ വെച്ചാണ് അന്തരിച്ചത്? ശിവപുരിയിൽ വെച്ചാണ്. താന്തിയ തോപ്പി ശിവപുരിയിൽ വെച്ചാണ് അന്തരിച്ചത്. 1857 മെമ്മോറിയൽ മ്യൂസിയം എവിടെയാണ്? ലക്നൌവിലാണ്. ശ്രദ്ധിച്ചേ, 1857 മെമ്മോറിയൽ മ്യൂസിയം ലക്നൌവിലാണ്. അടുത്തത് നമുക്ക് 1857 കലാപവും വിശേഷണങ്ങളും നോക്കാം. പരിഷ്കൃതരും അപരിഷ്കൃതരും തമ്മിലുള്ള സംഘർഷം എന്ന് 1857 വിപ്ലവത്തെ വിശേഷിപ്പിച്ചതാരാണ്? TH ഹോംസ് ആണ്. പരിഷ്കൃതരും അപരിഷ്കൃതരും തമ്മിലുള്ള സംഘർഷം എന്ന് 1857 വിപ്ലവത്തെ വിശേഷിപ്പിച്ചതാരാണ്? TH ഹോംസ് ആണ്. ഫ്യൂഡൽ ഇന്ത്യയുടെ അവസാനത്തെ ചിറകടി എന്ന് 1857 വിപ്ലവത്തെ വിശേഷിപ്പിച്ചതാണ് നമ്മുടെ ജവഹർലാൽ നെഹ്റു. ശ്രദ്ധിച്ചേ, ഫ്യൂഡൽ ഇന്ത്യയുടെ അവസാനത്തെ ചിറകടി എന്ന് 1857 വിപ്ലവത്തെ വിശേഷിപ്പിച്ചതാര്? ജവഹർലാൽ നെഹ്റു. 1806 വെല്ലൂർ കലാപത്തെ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ റിഹേഴ്സൽ എന്ന് വിശേഷിപ്പിച്ചതാരാണ്? VD സവർക്കർ. 1806 വെല്ലൂർ കലാപത്തെ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ റിഹേഴ്സൽ എന്ന് വിശേഷിപ്പിച്ചത് VD സവർക്കർ. 1857 കലാപത്തെ ഇന്ത്യയുടെ ഒന്നാമത്തെ സ്വാതന്ത്ര്യ സമരമായി ആദ്യം വിശേഷിപ്പിച്ച ഭാരതീയനാണ് VD സവർക്കർ. ശ്രദ്ധിച്ച്, 1857 കലാപത്തെ ഇന്ത്യയുടെ ഒന്നാമത്തെ സ്വാതന്ത്ര്യ സമരമായി ആദ്യം വിശേഷിപ്പിച്ച ഭാരതീയനാണ് VD സവർക്കർ. 1857 കലാപത്തെ ശിപ്പായി ലഹള എന്ന് വിശേഷിപ്പിച്ച ബ്രിട്ടീഷ് ചരിത്രകാരനാണ് ജോൺ ലോറൻസ്. ഇമ്പോർട്ടന്റ് ആണ്. 1857 കലാപത്തെ ശിപ്പായി ലഹള എന്ന് വിശേഷിപ്പിച്ച ബ്രിട്ടീഷ് ചരിത്രകാരനാണ് ജോൺ ലോറൻസ്. ആഭ്യന്തര കലാപം എന്ന് 1857 വിപ്ലവത്തെ വിശേഷിപ്പിച്ചതാരാണ്? SB ചൗധരിയാണ്. ആഭ്യന്തര കലാപം എന്ന് 1857 വിപ്ലവത്തെ വിശേഷിപ്പിച്ചതാരാണ്? SB ചൗധരി. ഏതിനെയാണ് ബ്രിട്ടീഷുകാർ ചെകുത്താന്റെ കാറ്റ് എന്ന് വിശേഷിപ്പിച്ചത്? 1857 കലാപത്തെയാണ്. 1857 കലാപത്തെയാണ് ബ്രിട്ടീഷുകാർ ചെകുത്താന്റെ കാറ്റ് എന്ന് വിശേഷിപ്പിച്ചത്. ശിപ്പായി ലഹള എന്ന് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ വിശേഷിപ്പിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് എൽ സ്റ്റാൻലി. ശിപ്പായി ലഹള എന്ന് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ വിശേഷിപ്പിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് ആര്? എൽ സ്റ്റാൻലി. ദേശീയ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് 1857 കലാപത്തെ വിശേഷിപ്പിച്ചതാരാണ്? ബെഞ്ചമിൻ ഡിസ്രായേലി. എന്താണ്? ദേശീയ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് 1857 കലാപത്തെ വിശേഷിപ്പിച്ചതാണ് ബെഞ്ചമിൻ ഡിസ്രായേലി. 1857 കലാപത്തെ കുറിച്ചാണ് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തത്. ക്ലാസ്സിൽ പറയുന്നതെല്ലാം വളരെ കൃത്യമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് INC. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപവൽകൃതമായ വർഷമാണ് 1885. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപവൽകൃതമായ വർഷമാണ് 1885. ആദ്യ കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്തവർ എത്ര പേരാണ്? 72 പേർ. ആദ്യ കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്തവർ 72 പേർ.
ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിന്റെ വേദിയാണ് മുംബൈയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിന്റെ വേദിയാണ് മുംബൈയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജ്. ഏത് രോഗം പടർന്നു പിടിച്ചത് കാരണമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളന വേദി പൂനെയിൽ നിന്ന് മുംബൈയിലേക്ക് മാറ്റിയത്? പ്ലാഗ് പടർന്നു പിടിച്ചത് കാരണമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളന വേദി പൂനെയിൽ നിന്ന് മുംബൈയിലേക്ക് മാറ്റിയത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചത് A.O. ഹ്യൂം ആണ്. ശ്രദ്ധിച്ച്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചത് A.O. ഹ്യൂം ആണ്. കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനത്തിൽ ആദ്യമായി പ്രസംഗിച്ചത് A.O. ഹ്യൂം തന്നെയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചത് A.O. ഹ്യൂം ആണ്. കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനത്തിൽ ആദ്യമായി പ്രസംഗിച്ചതും അദ്ദേഹം തന്നെയാണ്. ആദ്യകാലങ്ങളിലെ കോൺഗ്രസ് നേതാക്കൾ A.O. ഹ്യൂമിനെ ഒരു മിന്നൽ രക്ഷാജാലകം ആയാണ് ഉപയോഗിച്ചിരുന്നത് എന്ന് അഭിപ്രായപ്പെട്ട ചരിത്രകാരനാണ് ബിപിൻ ചന്ദ്ര. ആദ്യകാലങ്ങളിലെ കോൺഗ്രസ് നേതാക്കൾ A.O. ഹ്യൂമിനെ ഒരു മിന്നൽ രക്ഷാജാലകം, അതായത് ലൈറ്റനിങ് കണ്ടക്ടർ ആയാണ് ഉപയോഗിച്ചിരുന്നത് എന്ന് അഭിപ്രായപ്പെട്ട ചരിത്രകാരനാണ് ബിപിൻ ചന്ദ്ര. കോൺഗ്രസ് രൂപവൽക്കരണത്തിന് ആശംസകൾ നേർന്ന വൈസ്രോയിയാണ് ഡഫറിൻ പ്രഭു. കോൺഗ്രസ് രൂപവൽക്കരണത്തിന് ആശംസകൾ നേർന്ന വൈസ്രോയിയാണ് ഡഫറിൻ പ്രഭു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനത്തിൽ അവതരിപ്പിക്കപ്പെട്ട പ്രമേയങ്ങളുടെ എണ്ണം എത്രയാണ്? 9 എണ്ണം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനത്തിൽ അവതരിപ്പിക്കപ്പെട്ട പ്രമേയങ്ങളുടെ എണ്ണം 9 ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനത്തിൽ അവതരിപ്പിക്കപ്പെട്ട ആദ്യ പ്രമേയം എന്തിനെ സംബന്ധിക്കുന്നതായിരുന്നു? ഭാരതത്തിന് വേണ്ടി ഒരു റോയൽ കമ്മീഷനെ നിയോഗിക്കണം. എന്താണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനത്തിൽ അവതരിപ്പിക്കപ്പെട്ട ആദ്യ പ്രമേയം ഭാരതത്തിന് വേണ്ടി ഒരു റോയൽ കമ്മീഷനെ നിയോഗിക്കണം എന്നതിനെ സംബന്ധിക്കുന്നതായിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനത്തിൽ അവതരിപ്പിക്കപ്പെട്ട ആദ്യ പ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? ജി സുബ്രഹ്മണ്യ അയ്യർ ആണ്. ആദ്യ പ്രമേയം എന്താന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഇനി ഈ പ്രമേയം പ്രഥമ സമ്മേളനത്തിൽ അവതരിപ്പിക്കപ്പെട്ട ആദ്യ പ്രമേയം അവതരിപ്പിച്ചത് ജി സുബ്രഹ്മണ്യ അയ്യർ ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേര് നിർദ്ദേശിച്ചത് ആരാണ്? ദാദാഭായ് നവറോജി. ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേര് നിർദ്ദേശിച്ചത് ദാദാഭായ് നവറോജി. കോൺഗ്രസ് പ്രസിഡന്റായ രണ്ടാമത്തെ വിദേശിയാണ് വില്യം വെഡർബേൺ. കോൺഗ്രസ് പ്രസിഡന്റായ രണ്ടാമത്തെ വിദേശിയാണ് വില്യം വെഡർബേൺ. 2 പ്രാവശ്യം കോൺഗ്രസ് അധ്യക്ഷനായ വിദേശി വില്യം വെഡർബേൺ ആണ്. ഏതൊക്കെ വർഷമാണ്? ഒന്ന് 1889-ലും ഒന്ന് 1910-ലും. 2 പ്രാവശ്യം കോൺഗ്രസ് അധ്യക്ഷനായ വിദേശി ആരാണ്? വില്യം വെഡർബേൺ ആണ്. കോൺഗ്രസ് അധ്യക്ഷനായ ആദ്യ മുൻ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനാരാണ്? വില്യം വെഡർബേൺ. എന്താണ് പറഞ്ഞത്? കോൺഗ്രസ് പ്രസിഡന്റ് ആയ രണ്ടാമത്തെ വിദേശി 1889-ലായത് വില്യം വെഡർബേൺ ആണ്. 2 പ്രാവശ്യം കോൺഗ്രസ് അധ്യക്ഷനായ വ്യക്തി, അതായത് 1889-ലും 1910-ലും കോൺഗ്രസ് അധ്യക്ഷനായ വിദേശി ആരാണ്? വില്യം വെഡർബേൺ ആണ്. കോൺഗ്രസ് അധ്യക്ഷനായ ആദ്യ മുൻ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനും ആര് തന്നെയാണ്? ഇദ്ദേഹം തന്നെയാണ്, വില്യം വെഡർബേൺ തന്നെയാണ്. A.O. ഹ്യൂമിന്റെ ജീവചരിത്രപരമായ ഓർമ്മക്കുറിപ്പുകൾ രചിച്ച കോൺഗ്രസ് അധ്യക്ഷനാരാണ്? വില്യം വെഡർബേൺ. A.O. ഹ്യൂമിന്റെ ജീവചരിത്രപരമായ ഓർമ്മക്കുറിപ്പുകൾ രചിച്ച കോൺഗ്രസ് അധ്യക്ഷനാരാണ്? വില്യം വെഡർബേൺ. 1889-ൽ ആരംഭിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ബ്രിട്ടീഷ് കമ്മിറ്റിയുടെ ആദ്യത്തെ ചെയർമാൻ ആരായിരുന്നു? വില്യം വെഡർബേൺ ആണ്. 1889-ൽ ആരംഭിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ബ്രിട്ടീഷ് കമ്മിറ്റിയുടെ ആദ്യത്തെ ചെയർമാൻ ആരാണ്? വില്യം വെഡർബേൺ തന്നെയാണ്. ഇന്ത്യയിലെ ഗ്രാൻഡ് ഓൾഡ് പാർട്ടി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് എന്തിനെയാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയാണ്. ഇന്ത്യയിലെ ഗ്രാൻഡ് ഓൾഡ് പാർട്ടി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് INC ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി ആരാണ്? A.O. ഹ്യൂം ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി A.O. ഹ്യൂം ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപവൽകൃതമാകുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു? സാലിസ്ബറി പ്രഭു ആണ്. എന്താണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപവൽകൃതമാകുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി സാലിസ്ബറി പ്രഭു ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപവൽകൃതമാകുമ്പോൾ ബ്രിട്ടീഷ് മൊണാർക്ക് ആരാണ്? വിക്ടോറിയ മഹാറാണിയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപവൽകൃതമാകുമ്പോൾ ബ്രിട്ടീഷ് മൊണാർക്ക് വിക്ടോറിയ മഹാറാണിയാണ്.
ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപവൽകൃതമാകുമ്പോൾ ഇന്ത്യയുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആരായിരുന്നു? റാൻഡോൾഫ് ചർച്ചിൽ പ്രഭുവാണ്. ശ്രദ്ധിച്ച്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപവൽകൃതമാകുമ്പോൾ ഇന്ത്യയുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആരായിരുന്നു? റാൻഡോൾഫ് ചർച്ചിൽ പ്രഭുവാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തെ 3 ദിവസത്തെ തമാശ എന്ന് വിശേഷിപ്പിച്ചതാരാണ്? അശ്വിനി കുമാർ ദത്തയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തെ 3 ദിവസത്തെ തമാശ എന്ന് വിശേഷിപ്പിച്ചതാരാ? അശ്വിനി കുമാർ ദത്തയാണ്. കോൺഗ്രസിനെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് സോളിസിറ്റേഷൻ എന്ന് വിശേഷിപ്പിച്ച നേതാവാണ് ബിപിൻ ചന്ദ്രപാൽ. എന്താണ് വിശേഷിപ്പിച്ചത്? കോൺഗ്രസിനെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് സോളിസിറ്റേഷൻ എന്ന് വിശേഷിപ്പിച്ച നേതാവാണ് ബിപിൻ ചന്ദ്രപാൽ. 1889 ആരംഭിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ബ്രിട്ടീഷ് കമ്മിറ്റിയുടെ ആദ്യത്തെ സെക്രട്ടറി ആരായിരുന്നു? വില്യം ദിഗ്ബിയാണ്. 1889 ആരംഭിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ബ്രിട്ടീഷ് കമ്മിറ്റിയുടെ ആദ്യത്തെ സെക്രട്ടറി ആരാണ്? വില്യം ദിഗ്ബിയാണ്. ആദ്യമായി വന്ദേ മാതരം ആലപിക്കപ്പെട്ട 1896 കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? റഹിമത്തുള്ള എം സയാനി. ശ്രദ്ധിച്ചേ, ആദ്യമായി വന്ദേ മാതരം ആലപിക്കപ്പെട്ട 1896 കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? റഹിമത്തുള്ള എം സയാനി. ആദ്യമായി വന്ദേ മാതരം ആലപിക്കപ്പെട്ട കോൺഗ്രസ് സമ്മേളനം ഏത് വർഷം? 1896. അതിന്റെ ആ കോൺഗ്രസ് സമ്മേളനത്തിന്റെ, അതായത് 1896 കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? റഹിമത്തുള്ള എം സയാനി. സർ സി ശങ്കരൻ നായർ അധ്യക്ഷത വഹിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ എത്രാമത്തെ വാർഷിക സമ്മേളനത്തിലാണ്? 13ാമത്തെ. 1897 13ാമത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വാർഷിക സമ്മേളനത്തിലാണ് സർ സി ശങ്കരൻ നായർ അധ്യക്ഷത വഹിച്ചത്. സ്വാതന്ത്ര്യത്തിന് മുമ്പ് തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം കോൺഗ്രസ് പ്രസിഡന്റ് ആയതാരാണ്? മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ്. സ്വാതന്ത്ര്യത്തിന് മുമ്പ് തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം കോൺഗ്രസ് പ്രസിഡന്റ് ആയത് മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ്. ഷിംല സമ്മേളനത്തിൽ കോൺഗ്രസ് സംഘത്തെ നയിച്ചതാരാണ്? മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ്. ഷിംല സമ്മേളനത്തിൽ കോൺഗ്രസ് സംഘത്തെ നയിച്ചത് മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ്. ഏത് കോൺഗ്രസ് സമ്മേളനത്തിലാണ് മൗലികാവകാശങ്ങൾ സംബന്ധിച്ച പ്രമേയം പാസാക്കിയത്? 1931 കറാച്ചി സമ്മേളനത്തിലാണ്. ശ്രദ്ധിച്ചേ, 1931 കറാച്ചി കോൺഗ്രസ് സമ്മേളനത്തിലാണ് മൗലികാവകാശങ്ങൾ സംബന്ധിച്ച പ്രമേയം പാസാക്കിയത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക ചരിത്രകാരനാരാണ്? പട്ടാഭി സീതാരാമയ്യ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക ചരിത്രകാരനാണ് പട്ടാഭി സീതാരാമയ്യ. രാജ്യദ്രോഹത്തിന്റെ ഫാക്ടറി എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ച സംഘടനയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. രാജ്യദ്രോഹത്തിന്റെ ഫാക്ടറി എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ച സംഘടനയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഏത് വർഷത്തെ കോൺഗ്രസ് സമ്മേളനത്തിലാണ് ജനഗണമന ആദ്യമായി ആലപിച്ചത്? 1911 ഡിസംബർ 27. ശ്രദ്ധിച്ചേ, 1911 ഡിസംബർ 27 കോൺഗ്രസ് സമ്മേളനത്തിലാണ് ജനഗണമന ആദ്യമായി ആലപിച്ചത്. 1937 എത്ര കോൺഗ്രസ് മന്ത്രിസഭകളാണ് രൂപം കൊണ്ടത്? 8. 1937 8 കോൺഗ്രസ് മന്ത്രിസഭകളാണ് രൂപം കൊണ്ടത്. 1939 കോൺഗ്രസ് സമ്മേളനം നടന്നത് ത്രിപുരയിൽ വെച്ചാണ്. 1939 കോൺഗ്രസ് സമ്മേളനം നടന്നത് ത്രിപുരയിൽ വെച്ചാണ്. ത്രിപുര എന്ന് പറയുന്നത് ഏത് സംസ്ഥാനത്താണ്? മധ്യപ്രദേശ്. 1939 കോൺഗ്രസ് സമ്മേളനം നടന്നത് മധ്യപ്രദേശിലെ ത്രിപുരയിൽ വെച്ചാണ്. കോൺഗ്രസിന്റെ പേരിനോട് നാഷണൽ എന്നും കൂടി ചേർക്കപ്പെട്ട വർഷമാണ് 1891. കോൺഗ്രസ് എന്ന പേരിനോട് നാഷണൽ എന്നും കൂടി ചേർക്കപ്പെട്ടത് നാഗ്പൂർ സമ്മേളനത്തിലാണ്. 1891 നാഗ്പൂർ സമ്മേളനത്തിലാണ്. കോൺഗ്രസ് വാർഷിക സമ്മേളനത്തിന് വേദിയായ ഏക ഗ്രാമമായ ഫെയ്സ്പൂർ ഏത് സംസ്ഥാനത്താണ്? മഹാരാഷ്ട്ര. കോൺഗ്രസ് വാർഷിക സമ്മേളനത്തിന് വേദിയായ ഏക ഗ്രാമമാണ് ഫെയ്സ്പൂർ, മഹാരാഷ്ട്രയിലുള്ള ഫെയ്സ്പൂർ. ഏറ്റവും കൂടുതൽ പ്രാവശ്യം കോൺഗ്രസ് പ്രസിഡന്റ് ആയ വ്യക്തി ആരാണ്? ജവഹർലാൽ നെഹ്റു. ശ്രദ്ധിച്ചേ, ഏറ്റവും കൂടുതൽ പ്രാവശ്യം കോൺഗ്രസ് പ്രസിഡന്റ് ആയ വ്യക്തിയാണ് ജവഹർലാൽ നെഹ്റു. ഐത്തോച്ചാടനം കോൺഗ്രസിന്റെ പരിപാടിയായി അംഗീകരിച്ച സമ്മേളനമാണ് കാക്കിനാഡ സമ്മേളനം.
ഇമ്പോർട്ടന്റ് ആണ്. ഐത്തോച്ചാടനം കോൺഗ്രസിന്റെ പരിപാടിയായി അംഗീകരിച്ച സമ്മേളനമാണ് കാക്കിനാട സമ്മേളനം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ 20 വർഷത്തിനുള്ളിൽ 3 പ്രാവശ്യം പ്രസിഡന്റായ നേതാവാണ് ദാദാഭായ് നവറോജി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ 20 വർഷത്തിനുള്ളിൽ 3 പ്രാവശ്യം പ്രസിഡന്റായ നേതാവാണ് ദാദാഭായ് നവറോജി. ഇന്ത്യക്കാരനല്ലാത്ത ആദ്യത്തെ കോൺഗ്രസ് പ്രസിഡന്റ് ആണ് ജോർജ് യൂൾ. ഇന്ത്യക്കാരനല്ലാത്ത ആദ്യത്തെ കോൺഗ്രസ് പ്രസിഡന്റ് ആണ് ജോർജ് യൂൾ. എഡിത്ത് എലൻ ഗ്രേ എന്ന യഥാർത്ഥ പേരുള്ള കോൺഗ്രസ് പ്രസിഡന്റ് ആണ് നെല്ലി സെൻ ഗുപ്ത. നെല്ലി സെൻ ഗുപ്തയുടെ യഥാർത്ഥ പേരെന്താണ്? എഡിത്ത് എലൻ ഗ്രേ. സ്വാതന്ത്ര്യത്തിന് മുമ്പ് എത്ര വനിതകളാണ് കോൺഗ്രസ് പ്രസിഡന്റ് പദവി വഹിച്ചിട്ടുള്ളത്? 3 വനിതകൾ. ശ്രദ്ധിച്ചേ, സ്വാതന്ത്ര്യത്തിന് മുമ്പ് 3 വനിതകളാണ് കോൺഗ്രസ് പ്രസിഡന്റ് പദവി വഹിച്ചിട്ടുള്ളത്. ആനി ബസന്റ്, സരോജിനി നായിഡു, നെല്ലി സെൻ ഗുപ്ത. ഓക്കെ, നെല്ലി സെൻ ഗുപ്തയുടെ യഥാർത്ഥ പേരെന്താണ്? എഡിത്ത് എലൻ ഗ്രേ. ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ കോൺഗ്രസ് പ്രസിഡന്റ് ആരായിരുന്നു? JB കൃപലാനി. ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്നത് JB കൃപലാനി. ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം ആദ്യ കോൺഗ്രസ് സമ്മേളനം നടന്ന നഗരം ജയ്പൂർ. 1947 ഇന്ത്യ സ്വതന്ത്രമായി. 1948 ജയ്പൂരിൽ വെച്ചിട്ടാണ് ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷമുള്ള ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനം നടക്കുന്നത്. ഇന്ത്യ റിപ്പബ്ലിക് ആയതിനു ശേഷം ആദ്യ കോൺഗ്രസ് സമ്മേളനത്തിന് വേദിയായത് നാസിക്. വർഷം 1950. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കുറിച്ചാണ് നമ്മളിപ്പോ ചർച്ച ചെയ്തത്. കുറച്ച് ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ പഠിച്ചു. പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തത് നമുക്ക് സ്വദേശി പ്രസ്ഥാനത്തെ കുറിച്ച് നോക്കാം. സ്വദേശി പ്രസ്ഥാനം ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്നറിയപ്പെട്ട പ്രദേശമാണ് ബംഗാൾ. ശ്രദ്ധിച്ചേ, ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്നറിയപ്പെട്ട പ്രദേശമാണ് ബംഗാൾ. ബംഗാൾ വിഭജിക്കുന്ന സമയത്ത് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രവിശ്യ ബംഗാളാണ്. ബംഗാളാണ്. കഴ്സൺ പ്രഭു ബംഗാൾ പ്രവിശ്യയെ 2 ഭാഗങ്ങളായി വിഭജിക്കുമെന്ന് പ്രഖ്യാപിച്ച വർഷം ഏതാണ്? 1905 ജൂലൈ 20. 1905 ജൂലൈ 20-നാണ് കഴ്സൺ പ്രഭു ബംഗാൾ പ്രവിശ്യയെ 2 ഭാഗങ്ങളായി വിഭജിക്കുമെന്ന് പ്രഖ്യാപിച്ചത്. ബംഗാൾ വിഭജന വിരുദ്ധ സമരം ആരംഭിച്ചത് 1905 ഓഗസ്റ്റ് 7-നാണ്. ബംഗാൾ വിഭജന വിരുദ്ധ സമരം ആരംഭിച്ചത് 1905 ഓഗസ്റ്റ് 7-നാണ്. എന്നാണ് ബംഗാൾ വിഭജനം നിലവിൽ വന്നത്? 1905 ഒക്ടോബർ 16-നാണ്. ബംഗാൾ വിഭജനം നിലവിൽ വന്നത് 1905 ഒക്ടോബർ 16-നാണ്. ബംഗാൾ വിഭജന വിരുദ്ധ സമരകാലത്ത് പഞ്ചസാരയ്ക്ക് പകരം ദേശീയവാദികൾ പ്രോത്സാഹിപ്പിച്ചത് എന്തിന്റെ ഉപയോഗമായിരുന്നു? ശർക്കര. ബംഗാൾ വിഭജന വിരുദ്ധ സമരകാലത്ത് പഞ്ചസാരയ്ക്ക് പകരം ദേശീയവാദികൾ പ്രോത്സാഹിപ്പിച്ചത് ശർക്കരയുടെ ഉപയോഗമായിരുന്നു. ബംഗാൾ വിഭജന സമയത്ത് രവീന്ദ്രനാഥ ടാഗോർ രചിച്ച ഗാനമാണ് അമർ സോനാർ ബംഗ്ല. ബംഗാൾ വിഭജന സമയത്ത് രവീന്ദ്രനാഥ ടാഗോർ രചിച്ച ഗാനമാണ് അമർ സോനാർ ബംഗ്ല. ക്രൂരമായ തെറ്റ് എന്ന് ബംഗാൾ വിഭജനത്തെ വിശേഷിപ്പിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റ് ആണ് ഗോപാലകൃഷ്ണ ഗോഖലെ. ക്രൂരമായ തെറ്റ് എന്ന് ബംഗാൾ വിഭജനത്തെ വിശേഷിപ്പിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റ് ആണ് ഗോപാലകൃഷ്ണ ഗോഖലെ. ബംഗാൾ വിഭജനവുമായി ബന്ധപ്പെട്ട് രക്ഷാബന്ധൻ ദിനം ആചരിക്കാൻ നിർദ്ദേശിച്ചതാരാണ്? രവീന്ദ്രനാഥ ടാഗോർ ആണ്. ബംഗാൾ വിഭജനവുമായി ബന്ധപ്പെട്ട് രക്ഷാബന്ധൻ ദിനം ആചരിക്കാൻ നിർദ്ദേശിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ആണ്. ബംഗാൾ വിഭജന സമയത്തെ ഇന്ത്യയുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ജോൺ ബോഡ്രിക് ആണ്. ബംഗാൾ വിഭജന സമയത്ത് ഇന്ത്യയുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ജോൺ ബോഡ്രിക് ആണ്. ആധുനിക ഇന്ത്യ ചരിത്രത്തെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വദേശി പ്രസ്ഥാനമാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്വദേശി പ്രസ്ഥാനം പൂർണ്ണമായിട്ടില്ല. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അതിന്റെ ബാക്കി ഭാഗം കൂടി നോക്കാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു.